സ്വാഗതം TCVയുടെ ചതുരംഗത്തിലേക്ക്. ഇത്തവണ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചതുരംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാനും ദിവസം മുമ്പാണ് റെയിൽവേയിലെ TTA ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അതിലൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ 2 വർഷം മുമ്പ് ഇതര സംസ്ഥാനക്കാരോട് ടിക്കറ്റ് ചോദിച്ചതിനെ TTA 4 പേർ ചേർന്ന് മർദ്ദിച്ചതും ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരു TTക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ എന്താണ്? ഒപ്പം തന്നെ റെയിൽവേയിലെ പല വികസനങ്ങൾ, പൂങ്കുന്നം സ്റ്റേഷൻ ഉപഗ്രഹ സ്റ്റേഷനാക്കുക, തൃശ്ശൂർ സ്റ്റേഷൻ്റെ ഉപഗ്രഹ സ്റ്റേഷനാക്കുക എന്ന് തുടങ്ങിയ വികസന നയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് കൊച്ചിയിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള 3-ാം പാത, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി നമ്മളോട് സംവദിക്കാൻ കഴിവുള്ള 3 വ്യക്തികളാണ് ഇന്ന് നമുക്ക് അതിഥികളായി ലഭിച്ചിരിക്കുന്നത്. ആദ്യം ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ തൃശ്ശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. നേരത്തെ ഉപദേശക സമിതി അംഗമായിരുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീ കൃഷ്ണകുമാറിന്. ജോസഫ് നൈനാൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 തവണ മാനേജരായിരുന്നു. തൃശ്ശൂർ ഉൾപ്പെടെ നിരവധി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവർത്തിച്ച് ഏറെ പരിചയമുള്ള ശ്രീ ജോസഫ് നൈനാനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശശിധരൻ, അദ്ദേഹം റെയിൽവേയിൽ മുൻ ജീവനക്കാരനാണ്. ഒപ്പം തന്നെ DREU ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ്റെ തിരുവനന്തപുരം ഡിവിഷൻ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ വിഷയങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ വിനോദിൻ്റെ മരണം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരാഴ്ചയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. റെയിൽവേയും അത് വലിയ കാര്യമായി അന്വേഷിക്കുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു. പക്ഷെ അതിനപ്പുറം ഇനിയൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ പലതും നടപ്പിലാക്കുവാൻ അതിന് പ്രായോഗികമായ, അല്ലെങ്കിൽ റെയിൽവേയുടെ ഇത്ര വലിയൊരു സംരംഭം, ഇത്രയധികം രാജ്യം വ്യാപിച്ച് കിടക്കുന്ന 10-15 ലക്ഷത്തോളം ജീവനക്കാരുള്ള വലിയൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പെട്ടെന്ന് പല മാറ്റങ്ങളും നടപ്പിലാക്കുവാൻ അതിൻ്റെ ആ വലിപ്പം കൊണ്ട് തന്നെ റെയിൽവേയിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ വിനോദിനെ തള്ളിയിട്ട സംഭവം തന്നെ, ഇതിനെ സംബന്ധിച്ച് തന്നെയുള്ള ചർച്ചകൾ, ഇത്തരം സൗമ്യ സംഭവം മുതൽ പല ഇത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വന്നപ്പോഴൊക്കെ തന്നെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിഹാരമാണ് ഓട്ടോമാറ്റിക് ഡോറ് ഏർപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളിൽ അതിൻ്റെ വാതിൽ ഡ്രൈവർ ഒരു സ്വിച്ച് ഇടുമ്പോൾ അടയുകയും തുടർന്ന് സ്റ്റേഷനിലെത്തി വണ്ടി പൂർണ്ണമായി നിന്നതിന് ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അത് തുറക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ഇത് എല്ലാ കോച്ചുകളിലും ഏർപ്പെടുത്തണമെന്നുള്ളത് വളരെ മുമ്പേ തന്നെ റെയിൽവേ കണ്ടെത്തി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എങ്കിലും നിർഭാഗ്യവശാൽ ഇന്ന് വന്ദേ ഭാരത് പോലെയുള്ള ചില അപൂർവം തീവണ്ടികളിൽ മാത്രമേ ഇത് നടപ്പിലാക്കിയിട്ടുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ഈ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം അപകടങ്ങളിലും അപകട മരണങ്ങളിലും വലിയൊരു പരിധിവരെ പകുതിയിലധികം അപകടങ്ങളിൽ കുറയ്ക്കാൻ നമുക്ക് കഴിയും അത് ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടായിരുന്നുവെങ്കിൽ. നമുക്കറിയാം, പലപ്പോഴും രാത്രി വാഷ് ബേസിൻ്റെ സമീപത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോഴോ ഒക്കെ തന്നെ ഈ കനമേറിയ വാതിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ തീവണ്ടി എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അമിതമായ കുലുക്കം മൂലം അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ സമയത്ത് അവിടെ ആരെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ ആ യാത്രക്കാർ ഈ വണ്ടിയിൽ ഇതിൻ്റെ ആഘാതം മൂലം തെറിച്ച് വീഴുകയും അങ്ങനെ മരണമടയുകയും അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാതിലിൻ്റെ അടുത്ത് യാത്രക്കാർ കൂടി നിൽക്കുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടി നിൽക്കുന്നു. അപ്പോൾ അത് മറ്റുള്ള സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം ഈ വാതിൽ പടിയിൽ ആളുകൾ ഇരുന്ന് യാത്ര ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഇവരുടെ കാല് പ്ലാറ്റ്ഫോം എത്തുന്ന സമയത്ത് ആ പ്ലാറ്റ്ഫോമുമായി ഉരഞ്ഞുകൊണ്ട് അവർക്ക് കാലിന് അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ അറിയാതെ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി പോവുകയാണെങ്കിൽ ഇവർ ആ പടിയിൽ നിന്നും പിടിവിട്ട് താഴേക്ക് വീണിട്ട് അപകട മരണങ്ങൾ ഉണ്ടാവുക. ഇതിനൊക്കെ പുറമെ ഇത്തരം അക്രമവാസനയുള്ള ആളുകൾ, മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടവരോ അല്ലെങ്കിൽ മോഷ്ടാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ ബാഗ് അല്ലെങ്കിൽ സ്ത്രീകളുടെ മാല പൊട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ അവരെവിടെയെങ്കിലും ചങ്ങല വലിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടി വേഗത കുറയുമ്പോഴോ തീവണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുക, ഇങ്ങനെ പല വിധത്തിലുള്ള നിയമപരമായ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിയന്ത്രിക്കാൻ ഈ ഓട്ടോമാറ്റിക് വാതിൽ എന്നുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ കഴിയുമെന്ന് നമുക്കറിയാം. റെയിൽവേക്ക് പണത്തിൻ്റെ പ്രശ്നമില്ല, പക്ഷേ ഇത് നടപ്പാക്കുന്നതിൽ കുറേ കാലമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ നടപ്പാക്കുന്നതിൽ ആരുടെ വീഴ്ചയാണ്? യാത്രക്കാരുടെ ഭാഗത്തുള്ള വീഴ്ചയല്ല. തീർച്ചയായിട്ടും റെയിൽവേ സംവിധാനം തന്നെയാണ് അതിന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്.
പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പുതിയ കോച്ചുകൾ നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പഴയ പരമ്പരാഗത രീതിയിലുള്ള ICF കോച്ചുകളുടെ നിർമ്മാണം റെയിൽവേ പൂർണ്ണമായിട്ട് നിർത്തിവെച്ച് കഴിഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് LHB കോച്ചുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ LHB കോച്ചുകൾ നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് ഇനി നിർമ്മിക്കുന്ന എല്ലാ കോച്ചുകൾക്കും ഓട്ടോമാറ്റിക് വാതിൽ സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ളൊരു തീരുമാനം റെയിൽവേ എടുക്കുന്നില്ല? അത്തരത്തിലൊരു ഇപ്പോൾ ഭാഗ്യവശാൽ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ അത് ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഡോർ എന്നുള്ള സംവിധാനം തന്നെ അടിയന്തരമായിട്ട് ഇനിയൊരു റെയിൽവേ നയപരമായൊരു തീരുമാനം. ഇപ്പോൾ ICF കോച്ചുകൾ നിർമ്മിക്കുന്നില്ല, ഇനിയെല്ലാം LHB കോച്ചുകളായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്നതെല്ലാം വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ സെറ്റുകളായിരിക്കും എന്നൊക്കെയുള്ള നയപരമായ തീരുമാനം എടുക്കുന്നത് പോലെ ഇനി ഭാവിയിൽ ഇന്ത്യയിൽ ഓടുന്ന എല്ലാ തീവണ്ടികളിലും ഇനി നിർമ്മിക്കുന്ന കോച്ചുകളിലെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക് വാതിലുകളോട് കൂടിയതായിരിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് റെയിൽവേ ഭരണകൂടം എത്രയും പെട്ടെന്ന് അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ 1-2 ട്രെയിനുകളേ ഉള്ളൂ. ഇനിയുള്ള ട്രെയിനുകളെല്ലാം ആ രീതിയിലേക്കൊക്കെ വരണമെങ്കിൽ എത്രയോ കാലം കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ താങ്കൾ മാനേജറായിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു സൗമ്യ സംഭവം. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ റെയിൽവേയിൽ 1980 അസിസ്റ്റൻ്റ് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് സ്റ്റീം എഞ്ചിൻ്റെ കാലമായിരുന്നു. സ്റ്റീം എഞ്ചിൻ്റെ കാലം തൊട്ട് സ്റ്റീം എഞ്ചിൻ കഴിഞ്ഞു, ഡീസൽ എഞ്ചിൻ വന്നു, ഇലക്ട്രിക്കൽ എഞ്ചിൻ വന്നു, ഇപ്പോൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആക്സിഡൻറ്റ്സ് ഇപ്പോൾ അന്ന് ഉള്ള തിരക്ക്, എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്. അതായത് അന്ന് യാത്രക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. റെയിൽവേയിൽ സൗകര്യങ്ങളൊക്കെ ധാരാളം കൂടുതലുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, അങ്ങനെ AC ക്ലാസ്സുകളും ഉയർന്ന ശ്രേണിയിലുള്ള ക്ലാസ്സുകളും ധാരാളം കൂടിയിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് യാത്ര ചെയ്യുവാനുള്ള സിസ്റ്റമാണ് ഈ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര. ഈ സെക്കൻഡ് ക്ലാസ്സിൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രയും അതോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു ട്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ക്ലാസ് യാത്രക്കാരായിരിക്കും കൂടുതൽ. അവർക്ക് യാത്ര ചെയ്യുവാനും ട്രെയിനിൻ്റെ മുമ്പിലും പുറകിലും ഒരേ കോച്ചുകൾ മാത്രമേ, ഒരേ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരും സാധാരണക്കാർക്ക് യാത്ര ചെയ്യണം വേറെ മാർഗ്ഗം. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റുകളിൽ ടിക്കറ്റ് ഇല്ലാതെ നിരവധി, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന, ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ ധാരാളമായവർ കയറി TTക്ക് ഇടപെടാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ടിക്കറ്റ് എടുത്തവർ ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ പറഞ്ഞു വന്നത്, രണ്ടാം ക്ലാസ് യാത്രക്കാർക്ക് ഈ സാധാരണ യാത്രക്കാർക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത വരുന്ന സമയത്താണ് അവർ ഈ റിസർവേഷനുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനും AC കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര, അവർക്ക് യാത്ര ഒഴിവാക്കാൻ നിർത്തിയില്ല. അവർ നിർബന്ധിതരായി തീരുകയാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ഫെയിലിയറാണ്, നമ്മുടെ ഫെയിലിയറാണ്, നമ്മുടെ ഭരണത്തിൻ്റെ ഫെയിലിയറാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ സംഭവങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കൃഷ്ണകുമാർ സാറ് പറഞ്ഞതുപോലെ ഈ ഓട്ടോമാറ്റിക് ഡോറൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ വളരെയധികം, ഞാൻ പറയുന്നില്ല, 1980 സ്റ്റീം എഞ്ചിൻ ഉണ്ടായിരുന്ന കാലം മുതൽ ഈ കാലഘട്ടം നമ്മൾ ചിന്തിക്കൽ 10-35-40 വർഷങ്ങൾക്കുള്ളിൽ റെയിൽവേ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഈ പഴയ അന്ന് എയർ ബ്രേക്കിംഗ് സാധാരണ വാക്വം ബ്രേക്ക് സിസ്റ്റമായിരുന്നു. ഇപ്പോൾ എയർ ബ്രേക്ക് സിസ്റ്റം ഇനി കൂടുതൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. സ്പീഡ് നമ്മൾ അന്ന് ഓർക്കുന്നുണ്ട്, 1902 നമ്മുടെ കൊച്ചി എറണാകുളം ലൈൻ ഉണ്ടാകുന്നത്. അന്ന് മനുഷ്യപ്രയത്നം മൂലമാണ് നമ്മൾ അന്ന് ട്രാക്ക് ഉണ്ടാക്കുകയും കാര്യങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മുൻപിൽ കാണുന്ന കുന്നുകളെ ഒന്നും നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുന്ന് തിരിച്ചുകൊണ്ട് പുഴകൾ കടക്കാനുള്ള സൗകര്യം, അങ്ങനെ നമ്മൾ റെയിൽവേ സിസ്റ്റം നമ്മൾ കൊണ്ടു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ എറണാകുളത്ത് നിന്ന് ഷൊർണൂർക്ക് ആകാശമാർഗം നോക്കിക്കഴിയുമ്പോൾ ഒരൊറ്റ ലൈൻ കാണുകയാണ്. ആ ഒറ്റ ലൈനിൽ നിങ്ങൾ ലൈൻ വരയ്ക്കുകയാണ്. അവിടെ എന്ത് പ്രതിബന്ധങ്ങളുണ്ട് നിങ്ങൾ അത് മാറ്റി മറിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. സ്പീഡ് കൂട്ടുവാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സ്പീഡൊക്കെ കൂട്ടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ ഇപ്പോൾ സ്പീഡ് കൂടി വരും. തീർച്ചയായിട്ടും സ്പീഡ് കൂട്ടി ട്രാക്ക് പുതിയ 3-4 ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ പഴയ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ് നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയങ്ങളിൽ എങ്കിലും ഇത് ഇത് മനസ്സിൽ ഈ സേഫ്റ്റി, ജനങ്ങളുടെ സേഫ്റ്റി, പിന്നെ സേഫ്റ്റിയുടെ കാര്യം ഇപ്പോൾ കൃഷ്ണകുമാർ സാറ് പറഞ്ഞു, ഈ വിനോദിൻ്റെ കേസ് പറഞ്ഞു. ഒരു ട്രെയിനിൽ നിന്ന് ഒരാൾ താഴെ വീഴുന്ന സമയത്ത് പാസഞ്ചേഴ്സ് ഇത് കണ്ടുകൊണ്ടിരുന്ന ഇന്നാൾ എന്തുകൊണ്ട് ട്രെയിനിൻ്റെ ചങ്ങല പിടിച്ചില്ല എന്നാണ് എൻ്റെ ചോദ്യം. ട്രെയിനിൻ്റെ ചങ്ങല എമർജൻസിക്ക് പിടിച്ചു നിന്നു. ഒരു ട്രെയിനിൻ്റെ ചങ്ങല പിടിച്ച് നിന്നിരുന്നുവെങ്കിൽ വണ്ടി അത് കണ്ട ആൾക്കാർ, അപ്പോൾ ഈ കണ്ട ആൾക്കാരെ കുറ്റക്കാർ, അവരത് ഇതുവരെ അപകടം നടക്കുമ്പോൾ അവരത് നിർത്തിയില്ല. ട്രെയിൻ നിർത്തിയിരുന്നെങ്കിൽ
ട്രെയിൻ എമർജൻസി ചെയിൻ പിടിച്ച് നിർത്തിയാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഡ്രൈവർ ട്രെയിൻ നിർത്തും, ഡ്രൈവർ എഞ്ചിൻ്റെ മുൻപിൽ ഒരു ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, അതിൻ്റെ മുൻവശത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ആ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഈ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ട്രാക്കിൽ വരുന്ന ട്രെയിൻ സ്പീഡ് കുറച്ചിട്ട് ഇവരുടെ എന്തോ അപകടം സംഭവിച്ചു, എന്തോ ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ട്. ട്രെയിൻ ഞാൻ കോഷ്യസ് ആയിട്ട് ഓടിക്കണം, ആ സ്പീഡ് കുറച്ചു കൊടുക്കും. ആ ട്രാക്കിൽ വരുന്ന ട്രെയിൻ ശ്രദ്ധിച്ചേ വരത്തുള്ളൂ. ഇവിടെ സംഭവിക്കും താഴെ വീണ് അടുത്ത ട്രാക്കിലേക്ക് വീണു. അടുത്ത ട്രാക്കിലേക്ക് വീണു ട്രെയിൻ അടുത്ത് വന്ന ട്രെയിൻ വന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം ദേഹം ഛിന്നഭിന്നമാക്കി കളയാണ്. ഈ താഴെ വീണപ്പെടല്ല ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് കുറ്റക്കാർ? ട്രെയിനിൽ യാത്രക്കാർ കുറ്റക്കാരാണ്. കൂടെ ഇരുന്ന യാത്രക്കാർ കുറ്റം. ഇത് കണ്ടു നിന്നൊരു കുറ്റക്കാരാണ്. മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന സംഭവം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ചെയ്യാൻ പലർക്കൊന്നും വിഹുമത കാണിക്കുന്നു. അതാണ് ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട കാരണം. അല്ലാണ്ട് ടെക്നിക്കലി നമ്മളൊക്കെ എൻ്റെ കണക്ക് ടെക്നിക്കലി വളരെ വളരെ ഇമ്പ്രൂവ്ഡ് ആണ് നമ്മൾ ഇന്നത്തെ. ശശിധരൻ റെയിൽവേയിൽ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ എംപ്ലോയീസ് അസോസിയേഷന് വേണ്ടി ഒരുപാട് രംഗത്തിറങ്ങിയിട്ടുള്ള ആളാണ്. ഈ ട്രാക്ക്മാൻമാർ ഉൾപ്പെടെയുള്ളവർ മരിച്ചു വീഴുന്നുണ്ട്. ഈ റെയിൽവേ ദൂരം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും സാങ്കേതികമായി വികസിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ട്രാക്ക്മാൻമാരുടെ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് ഒരു സുരക്ഷയുമില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷക എന്ന അത് പാളി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അങ്കി പറയാനുള്ളത്? ഇതിൽ ഈ ആക്സിഡൻറ്റ് സംബന്ധിച്ച് വെച്ച ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതാദ്യം പറയട്ടെ. അതായത് 2-ാം തീയതി എറണാകുളം പാറ്റ്ന എക്സ്പ്രസ് മുളങ്ങത്താവ് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യുന്നത് വൈകിട്ട് 18:59 മുളങ്ങത്താവ് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യുന്നത്. 59 എന്ന് പറയുമ്പോൾ ആ യാർഡിൽ തന്നെയാണ് അയാൾ വീണിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഡൗൺ ലൈനിൽ ഷൊർണൂർ എറണാകുളം ഡൗൺ ലൈനിൽ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടാണ് ആ ബോഡി കിടക്കുന്നത്. കാല് അങ്ങോട്ടും, തല ഇതിൽ പില്ലറിൽ അടിച്ചും തലയേക്കുള്ളിൽ പരിക്കേറ്റും, കാലുകൾ അറ്റുപോയുമാണ്, രക്തം വാർന്നാണ് മരിച്ചു എന്നുള്ളതാണ് FIR റിപ്പോർട്ട് കാണുന്നത്. ഇതേ സമയത്ത് ആ ഭാഗത്തൂടെ പോയ വണ്ടി 06088 എന്ന് പറയുന്ന പെരമ്പൂർ എറണാകുളം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു. ആ വണ്ടി മുളങ്ങത്താവ് പാസ് ചെയ്യുന്നത് 19:23 അതായത് 7:23 പാസ് ചെയ്യുന്നു. ഒരു 24 മിനിറ്റിൻ്റെ ഇൻ്റർവെൽസ് ഉണ്ട്. ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നതിനുമായിട്ടുള്ള ഇൻ്റർവെൽസ് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവെൽസിൻ്റെ ഇടയിൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചീഫ് കൺട്രോളറെ അറിയിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിയറസ്റ്റ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ, മുളങ്ങത്താവ് റെയിൽവേ സ്റ്റേഷൻ അറിയിപ്പിച്ചിരുന്നെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വണ്ടിയെ നിയന്ത്രണ വിധേയമായി നിർത്താനോ വടക്കാഞ്ചേരിയിൽ നിന്ന് വിടുമ്പോൾ തന്നെ വേണ്ട രീതിയിൽ സെർച്ച് മെസ്സേജ് കൊടുത്തിട്ട് വരുന്നതിനോ സാധ്യമാകും. അടുത്ത മാഷ് പറഞ്ഞ മാതിരി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചെയിൻ പുള്ള് ചെയ്യുക എന്നുള്ളൊരാശയം വളരെ പ്രധാനമാണ്. ഇങ്ങനെ വരുമ്പോൾ സേവ് ലൈഫ് ഫസ്റ്റാണ്. ആദ്യം അവരുടെ ജീവൻ രക്ഷിക്കും. ചെയിൻ പുള്ളിയിരുന്നെങ്കിൽ ട്രെയിൻ നിൽക്കും. അത് മനുഷ്യത്വപരമായ ഒരു പ്രശ്നമായിരുന്നു. അതവിടെ നടന്നിട്ടില്ല. അതിന് ശേഷം 8 മണിയോടെയാണ് മെസ്സേജ് കിട്ടി പോയിൻറ്റ്സ്മാൻ എന്ന് പറയുന്ന മുളങ്ങത്താവ് സ്റ്റേഷനിൽ നിന്ന് ഈ സ്പോട്ടിലെത്തുന്നത്. 1 മണിക്കൂർ ഇൻ്റർവെല്ലിൽ വന്നിരിക്കും. ഇതാണ് എൻ്റെ നിജാവസ്ഥ. ഇതെല്ലാം FIRലുള്ള കാര്യങ്ങളാണ്. RPF അറിഞ്ഞിരിക്കുന്നത് ഒരു 7:45 അവിടുത്തെ സ്റ്റേഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർ അറിയുന്നത് ഒരു 1945 അപ്പോൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിലേ ഒഴിവാക്കാമായിരുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ കൂടെ ട്രെയിൻ കയറില്ലായിരുന്നു. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെ സംഭവിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ക്മാൻമാർക്ക് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത്, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴും അതിൽ ഒരു മാറ്റവുമില്ലല്ലോ. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ ടിക്കറ്റ് ലെസ് ട്രാവലർ അല്ലേ അയാൾ. ഈ ടിക്കറ്റ് ലെസ് ട്രാവലറെ അകത്തേക്ക് പ്രവേശിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന റെയിൽവേയുടെ നോംസ് ഉണ്ട്.
ആ നോംസ് അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ലല്ലോ. ഉണ്ട്. പരിശോധന നടന്നോ? പരിശോധന നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല. റെയിൽവേയുടെ നിയമമുണ്ട്. റെയിൽവേയുടെ നോംസിൽ കൃത്യമായി പറയുന്നുണ്ട്, പ്രവേശന കവാടത്തിലും പുറത്തേക്ക് ഇറങ്ങുന്ന കവാടത്തിലും ടിക്കറ്റ് പരിശോധകൻ ഉണ്ടാവണം. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. അല്ല, അത് ഫ്ലാറ്റ് 1 ടിക്കറ്റ് പരിശോധകൻ ആരും അകത്ത് കയറ്റി വിടില്ല. അപ്പോൾ എന്തെങ്കിലും ഓതറൈസ്ഡ് ടിക്കറ്റ് വേണം, ഫ്ലാറ്റ് 1 ടിക്കറ്റോ മറ്റു ടിക്കറ്റോ. പിന്നെ പ്ലാറ്റ്ഫോമിൽ അല്ല, ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. റെയിൽവേക്ക് ധാരാളം വരുമാനമുണ്ട്, ഈ നിയമവും ഉണ്ട്, നടപ്പാക്കുന്നില്ലല്ലോ. നടപ്പിലാക്കില്ല എന്ന് വെച്ചാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിൽഡ് ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഇത് ചൂണ്ടിക്കാണിക്കാൻ കാര്യം. ഇത് തീരില്ലാതെ മുൻകാലങ്ങളിൽ മാഷൊക്കെ സർവീസ് ചേർന്ന കാലങ്ങളിലൊക്കെ മാഷൊക്കെ പലപ്പോഴും ആ എൻട്രൻസിൽ നിൽക്കണമെന്ന് ടി.ടിയോട് പറഞ്ഞ് നിർബന്ധിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണത്? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പക്ഷേ ഇതിപ്പോൾ അട്ടർ ഫെയിലിയർ ആയിരിക്കുകയാണ്. അതായത് 500 പേർക്ക് ഒരു TC എന്ന് പറയുന്ന റെയിൽവേ ബോർഡിൻ്റെ നോംസ് പാലിക്കപ്പെടുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതുകൊണ്ടാണ് ഈ പരിശോധന നടക്കാത്തത്. തിരുവനന്തപുരം ഡിവിഷനിൽ 400-500 ടിക്കറ്റ് കളക്ടേഴ്സിൻ്റെ ആവശ്യം ഈ നോംസ് പ്രകാരമാണെങ്കിൽ ഉണ്ടാവും. ഇതിൻ്റെ അപാകതയാണ് പ്രശ്നം. അപ്പോൾ പരിശോധന കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. രണ്ടാമതൊരു വിഷയം വരുന്നുണ്ട് അതിനകത്ത്. അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതൽ. നേരത്തെ മാഷ് സൂചിപ്പിച്ചു. ഈ വെയിറ്റിംഗ് ലിസ്റ്റ് പാസഞ്ചേഴ്സ് ഈ പാറ്റ്ന ഇതേമാരെ വണ്ടികൾക്ക് 600-ഉം 500-ഉം വെയിറ്റ് ലിസ്റ്റ് ഉടനെ ഒരു വണ്ടി അടക്കം തുല്യം വളമുണ്ട്. അവരെല്ലാം ഇതിനകത്തേക്ക് കയറുന്നു. റിസർവ്ഡ് പാസഞ്ചർ അവർ കരുതുന്നത് ഒന്നുകിൽ കൺഫർമേഷൻ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ വരുന്നത്. 600 പേർക്ക് 500 പേർക്ക് ഇല്ല, അത് റെയിൽവേ നൽകുന്നതിൽ അതിൽ വലിയൊരു അപ്പോഴാണ് വീഴ്ചയുണ്ടല്ലോ. ഈ അനധികൃതമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. മൂന്നാമത് ഒന്നുകൂടിയും വരുന്നുണ്ട്, ഓപ്പൺ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതെ, കയറി കഴിഞ്ഞ് മാറ്റാം. കഴിഞ്ഞാൽ മാറ്റാനല്ല, പ്ലാറ്റ്ഫോമിൽ വെച്ചും ട്രെയിനിൽ വെച്ചിട്ടും ഓപ്പൺ ടിക്കറ്റ് ഉണ്ട്. ഫൈൻ അടച്ച് ഓപ്പൺ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 250 രൂപ ഫൈൻ അടയ്ക്കുന്നു. നിങ്ങൾ ജാർഖണ്ഡിലേക്കാണോ പോകുന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിൻ്റെ ഫെയറും കൊടുത്തിട്ട് ഫൈൻ അടച്ചു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായും സ്ലീപ്പറിൽ തന്നെ കയറുന്നത്. ഈ 3 പ്രക്രിയ നടക്കണം. അതിൽ നിർത്തലാക്കേണ്ടത് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഹ്യൂജ് രീതി നിർത്തലാക്കണം. രണ്ടാമത് ഈ ഓപ്പൺ ടിക്കറ്റ്, ഇതിൽ യാത്ര ചെയ്യാൻ റിസർവ് ടിക്കറ്റ് കംപ്ലീറ്റിന് ജനറൽ കോച്ചിനേക്കാൾ കൂടുതൽ ക്രൗഡ് വരുന്നവർക്ക് ഈ ടിക്കറ്റ് സമ്പ്രദായം കൊടുക്കാൻ പാടുള്ളതല്ല. ഈ 2 സിസ്റ്റമാണ് ഫെയിലറാക്കുന്നത്. ശ്രീകൃഷ്ണറിലേക്ക് വരാം. ഈ വലിയൊരു കൗതുകമാണ്, അതായത് യാത്ര ചെയ്യാതെ റെയിൽവേ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും സമ്പാദിക്കുക. അത് ഒരുപക്ഷെ ഇന്ത്യൻ റെയിൽവേയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. യാത്ര ചെയ്യുന്നതിന് ടിക്കറ്റ് കൊടുക്കുന്നു, ഈ ടിക്കറ്റ് ആരും യാത്ര ചെയ്യാതെ ക്യാൻസലാക്കുമ്പോൾ ലഭിക്കുന്ന കാശ് അത് കോടിക്കണക്കിന് രൂപയാണ്. റെയിൽവേയിലല്ലാതെ ഇങ്ങനെ മറ്റൊരു സംവിധാനം വേറൊരു സമ്പ്രദായത്തിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ, അത് ദീർഘകാലമായിട്ടുള്ള ഒരു പരാതിയാണ്. ഈ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് നമ്മൾ എടുത്തുള്ള ടിക്കറ്റ് കൺഫേം ആവാതെ ക്യാൻസലാക്കുമ്പോൾ അതിൽ നിന്ന് വലിയൊരു തുക ക്യാൻസലേഷൻ ചാർജ് എന്ന് പറഞ്ഞ് ഈടാക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പരാതി വളരെ കാലങ്ങളായിട്ട് തന്നെ ഉന്നയിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവർ നമ്മൾ കൂടുതൽ ഇപ്പോൾ ശ്രീ നാരായണൻ പറഞ്ഞ പോലെ കണ്ടമാനം വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ശശിധരൻ പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടിയുടെ ഏതാണ്ട് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണത്തിന് അത്രയും തന്നെയൊക്കെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൊടുക്കുക. അപ്പോൾ ഒരുപക്ഷെ റെയിൽവേ അതിൽ നിന്ന് കണക്കാക്കുന്നത് അത് ക്യാൻസൽ ആകുമ്പോൾ കിട്ടുന്ന ക്യാൻസലേഷൻ ചാർജ് കിട്ടുമല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷേ അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾക്കും പിന്നെ ഈ യാത്രക്കാരും TTമാരും മറ്റുള്ളവരൊക്കെയുള്ള സംഘർഷങ്ങൾക്കൊക്കെ ഇടവെക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുപോലെ മറ്റൊരു വിരോധാഭാസമാണ്, നമ്മൾ കൗണ്ടറിൽ പോയി എടുക്കുന്ന ടിക്കറ്റിനേക്കാൾ കൂടുതൽ ചാർജ് നമ്മൾ ഓൺലൈനിൽ നമ്മുടെ സമയവും നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കുന്ന ടിക്കറ്റിന് ആ ഓൺലൈൻ ടിക്കറ്റിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നു. അതെന്ത് ബേസിസാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ സ്റ്റേഷനിൽ പോയി വാങ്ങുന്ന ടിക്കറ്റിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. റെയിൽവേയുടെ മാൻ പവറും റെയിൽവേയുടെ സ്റ്റേഷനറിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തിരിച്ചാണ്, ഓൺലൈനിൽ എടുക്കുന്ന ടിക്കറ്റിനാണ് കൂടുതൽ ചാർജ്. ഇങ്ങനെ പല വിധത്തിൽ തന്നെ യാത്രക്കാരിൽ നിന്ന് കൂടുതൽ ചാർജ് ഈടാക്കുവാൻ യഥാർത്ഥത്തിലുള്ള ഒരു ടിക്കറ്റ് നിരക്ക് യാത്രാ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ സെക്കൻഡ് ക്ലാസ്സിലും സ്ലീപ്പറിലൊക്കെ അല്പം യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ ഇപ്പോൾ അപാകതയുണ്ടെന്ന് തോന്നില്ല. വളരെയധികം കാലങ്ങളായി അതിലുള്ള യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട്
നമ്മളിപ്പോൾ ബസ്സിൻ്റെയോ മറ്റ് നിരക്കുകളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കത്തിന് മുതിരാതെ, രാഷ്ട്രീയപരമോ മറ്റുള്ള കാരണങ്ങളെ കൊണ്ട് അതിന് മുതിരാതെ ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ പല വിധത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം റെയിൽവേ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം കുറെ ആനുകൂല്യങ്ങളില്ലാതെ സീനിയർ സിറ്റിസൺ ഇളവ് എടുത്തു കളഞ്ഞല്ലോ. അതെ, പ്രകാരം 100 കോടി രൂപയാണ്. അതെ, പല ആനുകൂല്യങ്ങൾ പിൻവലിച്ചുകൊണ്ടും ഒക്കെ പരോക്ഷമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും നേരത്തെ ഇവിടെ നൈനാൻ സാറും ശശിധരനൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരം സംഘർഷങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങളും കൂടി അതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത്തരം കാര്യങ്ങൾ കൂടി റെയിൽവേ വളരെ ഗൗരവപൂർവ്വം തന്നെ പരിശോധിക്കാൻ, വിമർശനാത്മകമായി തന്നെ ഒരു പരിശോധന നടത്തി അതിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കണം എന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ. അസോസിയേഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ. പല ഇവരുടെ ബന്ധപ്പെട്ട സമിതികളിലും അല്ലെങ്കിൽ മറ്റുള്ള കമ്മിറ്റികളിലൊക്കെ നമ്മൾ നിരന്തരം ഉന്നയിച്ചു വരുന്ന വിഷയങ്ങൾ തന്നെയാണ്. ദേശീയ തലത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ, എം പിമാരടക്കം പാർലമെൻറ്റിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നൈനാൻ സാർ കൃത്യമായി സൂചിപ്പിച്ച പോലെ ആദ്യകാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യകാലം ഒരു 1970 അല്ലെങ്കിൽ 80 വരെ തീവണ്ടി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവായിരുന്നു. അന്ന് നമുക്ക് ഇത്തരം വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ 90-കൾക്ക് ശേഷം വലിയ സാമ്പത്തിക പരിഷ്കരണമൊക്കെ ഇന്ത്യയിൽ വന്നതോടുകൂടി പ്രധാനമായും ഒരു കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ സമൂഹം പതുക്കെ മധ്യവർഗത്തിലേക്ക് മാറുകയും മറ്റ് സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ ഉണർവുണ്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളരെയധികം ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് യാത്ര ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള അത്ര അധികം യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള ശേഷി നമ്മുടെ റെയിൽവേ സംവിധാനം ഇനിയും കൈവരിച്ചിട്ടില്ല. നിലവിലുള്ള ട്രെയിനുകൾക്ക് കൂടുതൽ കോച്ചുകൾ പോലും കൊടുക്കുന്നില്ല. ട്രെയിനിൽ തിങ്ങി നിറഞ്ഞ് സഞ്ചരിക്കാൻ നമ്മുടെ സംവിധാനത്തിനനുസരിച്ച് പരമാവധി 22 LHB കോച്ചുകളോ അല്ലെങ്കിൽ 24 ICF കോച്ചുകളോ മാത്രമാണ് ഇന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പരമാവധിയിലേക്ക് ഇപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ സംവിധാനത്തിൻ്റെ വളർച്ച, ഈ നമ്മുടെ ഇന്ത്യൻ സമ്പദ് രംഗം ഉണ്ടാക്കിയ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് റെയിൽവേയുടെ രംഗത്ത് വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 1980-കളുടെ തുടക്കത്തിലാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള പാത ഇരട്ടപ്പാതയായി മാറിയത്. അപ്പോൾ അതിനുശേഷം അതുവരെയുള്ള കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ ഈ എതിർ ദിശയിൽ വരുന്ന വണ്ടിക്ക് കടന്നു പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പിടിച്ചിടുമോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. ആ ഇരട്ടപ്പാത വന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറി. അതിനുശേഷം ആലുവ മുതൽ തൃശ്ശൂർ വരെ ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ടാണ് ഈ 80-കളിലെ ഒരു 1985-ലൊക്കെ തീവണ്ടികൾ ഓടിയെത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് 2024-ൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് അത്രയും സമയം തന്നെയാണ് എടുക്കുന്നത്. ഈ ഡീസൽ എഞ്ചിൻ വന്നു, അതിന് ശേഷം വൈദ്യുതി എഞ്ചിൻ വന്നൊക്കെ ശരിയാണെങ്കിലും അതുകൊണ്ട് റെയിൽവേക്ക് സാമ്പത്തിക നേട്ടമുണ്ടായി അല്ലെങ്കിൽ സമൂഹത്തിന് പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ യാത്രയുടെ വേഗത്തിലൊന്നും വലിയ കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് പാത ശക്തിപ്പെടുത്തലും പിന്നെ അല്ലെങ്കിൽ ഇരട്ടപ്പാത വന്നതിന് ശേഷം ഒരു 10-15 കൊല്ലം ഇപ്പോൾ തന്നെ നമ്മൾ 3-4 പാതകളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പാതകൾ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ഓട്ടോമാറ്റിക് സിഗ്നലിംഗ്, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖലയിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ആ ജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ തീവണ്ടികളുടെ ആവശ്യത്തിനുള്ള ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിൻ്റെ ഒരു പകുതി പോലും ഓഫർ ചെയ്യാൻ, അത് കൊടുക്കാനുള്ള സപ്ലൈ നമ്മുടെ ഇല്ല. ഡിമാൻഡിൻ്റെ ഒരു പകുതി പോലും മീറ്റ് ചെയ്യാനുള്ള സപ്ലൈ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോ തീവണ്ടികൾ അമിതമായ തിരക്കും അതിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതിലേക്ക് വരുമ്പോൾ ഒരുപാട് വരുമാനം ഉണ്ടാകുമ്പോഴും ചെലവ് ചുരുക്കുന്ന ഒരു രീതി റെയിൽവേ അനുവർത്തിക്കുന്നതായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങ് മാനേജറായിരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവ് എന്നുള്ളത്, അത് മാത്രമല്ല പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോക്കോ പൈലറ്റുമാർ അവർക്ക് പറഞ്ഞ സമയത്തേക്കാൾ ഒരുപാട് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും കുഴഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം വരെ പോകുന്നതൊക്കെ നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യമല്ലേ? അത് സത്യമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും സത്യമല്ല. പൂർണ്ണമായിട്ടും അത് അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം വെച്ചാൽ ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവനന്തപുരത്ത് കയറുന്ന ഒരു ലോക്കോ പൈലറ്റ് 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അയാൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. 8 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ റെസ്റ്റ് എടുക്കാം. 24 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ട്രെയിൻ പോകുന്നത്. പക്ഷേ അവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇരട്ടപ്പാത ഇവിടെ വന്ന് ഇരട്ടപ്പാത കൊണ്ടൊന്നും നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഷൊർണൂർ എറണാകുളം സെക്ഷനിൽ തന്നെ ഏത് ട്രെയിൻ വന്നാലും 80 കിലോമീറ്റർ മേലെ സ്പീഡ് നമുക്ക് പോകാൻ സാധിക്കില്ല. അതാണ് പരമാവധി വേഗത. 80 കിലോമീറ്റർ വന്ദേ ഭാരത് വന്നാലും 80 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മളുടെ റെയിൽവേ ഈ ഷൊർണൂർ മുതലുള്ള എറണാകുളം വരെയുള്ള പാത യൂട്ടിലൈസേഷൻ എനിക്ക് തോന്നി ഏകദേശം 145% യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്.
145% ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. ഇനി അതിൽ നമുക്കൊരു അഡീഷണൽ ട്രെയിൻ ഓടിക്കാനോ അഡീഷണൽ കോച്ചുകൾ ഇടുവാനോ, അഡീഷണൽ കോച്ച് ഇടാനും പറ്റുന്ന 21 കോച്ച് 24 കോച്ച് പിടിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമേ നമുക്ക് ഈ ഷൊർണൂർ എറണാകുളം സെക്ഷനിലുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മൂന്നാം പാത എപ്പോഴും കടലാസിലാണ്. മൂന്നാം പാത കടലാസിലല്ല, തീർച്ചയായിട്ടും മൂന്നാം പാത കടലാസിലല്ല. അതിൻ്റെ അലൈൻമെൻറ്റ് എടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉള്ള ട്രാക്കിൽ നിന്ന് വളരെ വളരെ വിഭിന്നമായിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമെങ്കിലും ആയി കാണാം മൂന്നാം പാതയെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട്. ശരിയല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി വരാൻ പോകുന്ന ട്രാക്ക് തീർച്ചയായിട്ടും 120 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന, മിനിമം 120 അല്ലെങ്കിൽ അതിന് മേലെ ഓടുവാൻ 160 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള പാതയായിരിക്കും ഇനി നിർമ്മിക്കാൻ പോകുന്നത്. അതിന് തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ പാതയിൽ ഇനി ഒരു അഡീഷണൽ ട്രെയിൻ ഓടിക്കാനോ അഡീഷണൽ കോച്ച് ഇടാനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം നമ്മുടെ ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞാൽ 24 കോച്ച് പിടിക്കാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. അത് 26 കോച്ചായി കഴിഞ്ഞാൽ ആ ട്രാക്കിൻ്റെ പുറത്ത് വണ്ടി നിൽക്കും, വേറെ വണ്ടിക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരിമിതികളൊക്കെ നമുക്ക് ധാരാളമുണ്ട്. നമ്മൾ പരിമിതിയിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് റെയിൽവേ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ നിവൃത്തില്ല. അത് തീർച്ചയായിട്ടും റെയിൽവേ അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സഹകരണം ഇല്ലാത്തത് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണത്തെ. ഒരു ട്രെയിനിൽ നിങ്ങൾ കയറി നോക്കി, ഇവിടുന്ന് ഇന്നലെ ഒരു ട്രെയിനിൽ ഒരു ഇത് കണ്ടതാണ്. ഇന്നലെ കയറിയ ഒരു പാറ്റ്നയ്ക്ക് പോകുന്ന ട്രെയിന് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് നന്നായിട്ട് വിടുന്ന ഒരു വണ്ടി കോയമ്പത്തൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഉള്ള വേസ്റ്റും കുപ്പിയും ഈ വക എല്ലാ റബ്ബിഷ് തിങ്സും ഈ ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ട്രാക്കിനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചിടാം. നേരത്തെ പറഞ്ഞിരുന്നു ആ ട്രാക്ക്മാൻമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ളൊരു സംഭവം. അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷക എന്ന ഒരു സംവിധാനം നടപ്പാക്കാനായില്ല. ഇപ്പോഴും മരിച്ചു വീഴുന്നവരുടെ എണ്ണം അധികമാണ്. എങ്ങനെ മറികടക്കാനാവും? മറികടക്കാൻ റെയിൽവേ തന്നെയുടെ സേഫ്റ്റി കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതിൽ റെയിൽവേ തന്നെ അവരെ പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് രക്ഷക്. റെയിൽവേ ഇട്ട നാമധേയമാണത്. പാർലമെൻ്ററി കമ്മിറ്റിയും റെയിൽവേ ബോർഡും എല്ലാം അംഗീകരിച്ച് ഡിവിഷണൽ വൈസ് സോണൽ വൈസ് അതിൻ്റെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായ അത് പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണം എന്നാണ് എഴുതിയത്. അത് ആണ് ഈ മരണത്തെ ലഘൂകരിക്കാനുള്ള ഏകമാർഗം. എന്താണ് അത് 24 മണിക്കൂർ മുന്നേ ഈ ഉപകരണത്തിലേക്ക് മെസ്സേജ് വരും. അത് ബസറടിക്കും, ലൈറ്റ് അടിക്കും, ഒരു തരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അയാൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ആണെന്നുള്ള നെറ്റിലടിച്ചു നോക്കിയാൽ പോലും അതിൻ്റെ കൃത്യമായ അതിൻ്റെ രൂപരേഖയുണ്ട്. അതിൻ്റെ സിസ്റ്റം നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. മറ്റ് ഈസ്റ്റേൺ റെയിൽവേയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സോൺ കംപ്ലീറ്റ്. അവിടെ അതിനനുസരിച്ച് ഗുണം ഉണ്ടായിട്ട്. അപ്പോൾ ഈ രക്ഷക് എന്ന് പറയുന്ന ഉപകരണത്വം കൊണ്ട് അതിൻ്റെ വണ്ടി അടുത്തേക്ക് വരും തോറും അത് 24 കിലോമീറ്റർ ദൂരെ വെച്ച് എന്ന് പറയുമ്പോൾ പല സെക്ഷനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷനിലൊക്കെ 8 കിലോമീറ്ററും 6 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ. പല സെക്ഷനിലൊക്കെ കൊങ്കലിലൊക്കെ പോയ ദൂരം കൂടുതലാണ്. 2 റെയിൽവേ സ്റ്റേഷൻ തമ്മിലുള്ള ദൂരത്തെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ 24 കിലോമീറ്ററിന് അഡ്വാൻസ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അടുത്തേക്ക് വരും തോറും ഈ ബസർ കൂടുതൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ വരുന്നു എന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ട്രെയിനിൽ ഈ ട്രാക്കിൽ നിന്ന് തെന്നി മാറി നിൽക്കാൻ അയാൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ രക്ഷക ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒരു സോണിൽ നടപ്പാക്കി എന്ന് പറയുന്നത് മറ്റു സോണുകളിലേക്ക് നടപ്പാക്കാത്ത സാമ്പത്തിക ചിലവാണോ? സാമ്പത്തിക ചിലവാണ്. അതിന് ഉള്ള അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് ഈ എത്ര ഉപകരണം വേണമെന്ന് അതാത് ഡിവിഷണൽ റെയിൽവേ മാനേജർ അല്ലെങ്കിൽ സീനിയർ ഡിഎൻ കോർഡിനേഷൻ എത്ര വേണമെന്ന് സോണൽ റെയിൽവേക്ക് റിപ്പോർട്ട് കൊടുത്ത് അത് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു, മാച്ചിങ് സറണ്ടർ ഓഫ് പോസ്റ്റ് എന്ന്. ആ മാച്ചിങ് സറണ്ടർ ഓഫ് പോസ്റ്റ് അതായത് ഇത്ര കോടി രൂപ വേണമെങ്കിൽ ആ കോടി രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ള പോസ്റ്റ് സറണ്ടർ ചെയ്യണം എന്നുള്ള കണ്ടീഷനും വെച്ചു. ഇവിടെ പോസ്റ്റ് സറണ്ടർ ചെയ്യാൻ ഇല്ല. പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ എമൗണ്ടിന് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യാതെ പോകുന്നത്. അത് കഴിയില്ല കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കും മാത്രമല്ല പാർലമെൻറ്റിനുമാണത്. വെച്ചാൽ അവരുടെ കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്
ഒപ്പിട്ട് ഇറക്കിയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവിടെ എവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ ഈ ഉപകരണം ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായും അത് നടപ്പിലാക്കാനുള്ള ഒരുപാട് സർക്കുലർ, ഒരുപാട് ഓർഡറുകൾ, സേഫ്റ്റി കമ്മിറ്റി റിപ്പോർട്ടുകൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, റെയിൽവേ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജോലിയുടെ ഉത്തരവാദിത്തക്കുറവുകൊണ്ടോ നിയമം പാലിക്കാത്തത് കൊണ്ടല്ല ഒരു ട്രാക്ക്മാൻ ട്രാക്കിൽ മരണപ്പെടുന്നത്. ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി മിലിറ്ററി കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രാക്ക് മെയിൻ്റനാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാക്ക് മെയിൻ്റനെ റിസ്ക് ആൻഡ് ഹാർഡ് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു. RH1 പറയും. RH1 എന്ന് പറയുന്നത് മിലിറ്ററിയാണ്. RH2 എന്ന് പറയുന്നത് ട്രാക്ക് മെയിൻ്റനറാണ് ഇന്ത്യൻ റെയിൽവേയിൽ. പിന്നെ RH3 ഉണ്ട്. അത് ആ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ജോലിയെ ബന്ധപ്പെട്ടിട്ടാണ് റിസ്ക് ആൻഡ് ഹാർഡ് എന്നൊരു കൺസെപ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വിഭാഗത്തിന്, RH2 പെടുന്ന വിഭാഗത്തിന് ഇത് കൊടുക്കണമെന്ന് മാത്രമല്ല അലവൻസസുകൾ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം പിന്നെ അടുത്ത കാലത്ത് എങ്ങാനും പൂർണ്ണമായി നടപ്പാക്കുമോ? നടപ്പിലാക്കുന്നില്ല. ഇന്നലെ ഒരാൾ മരിച്ചിരിക്കുന്നു പിറവൻ റോഡിൽ, കുമരനെല്ലൂർ CNC സ്റ്റേഷനിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് അതിർത്തിയിൽ യുദ്ധത്തിൽ പോകുന്നതിനേക്കാൾ കഷ്ടമാണ്. വീട്ടിലെത്തിയാൽ തിരിച്ചെത്തി. അങ്ങനെ മരണപ്പെടുന്നവരുടെ എണ്ണം ഒരുപാടാണത് കിടക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഒന്നെങ്കിൽ ഒരു ഗ്യാങ്ങിന് ഒരെണ്ണമെങ്കിലും നൽകാം. ഒരു ഗ്യാങ് വർക്ക് നടക്കുന്ന സ്ഥലത്ത് 2 പേർക്കാണ് ഡേഞ്ചർ വരുന്നത്. പേഴ്സൺ എക്യുപ്മെൻറ്റ്സ് എന്നവരെ ഡിക്ലെയർ ചെയ്യുമ്പോൾ കീമാനാണ് പാത നോക്കി പോകുന്നത്. നടന്ന് തന്നെ പാത നോക്കി രാത്രിയും പകലും പരിശോധന നടത്തുന്ന ഈ കൂടുതൽ രാത്രി ഭാഗങ്ങൾ കൂടുതൽ മരിക്കപ്പെടാറുണ്ട്. ഈ സുരക്ഷാ ഉപകരണങ്ങളുടെ ഭാരവും തൂക്കി പോകണം. ഭാരം തൂക്കി പോകണം. സുരക്ഷ അത് മറ്റു പക്ഷേ ഈ RH1 ഒരു തരം നമ്മൾ വാക്കി ടോക്കി മോഡലുള്ള സിസ്റ്റമാണത്. അതിനത്ര ഭാരമൊന്നുമില്ല. പക്ഷെ ഈ സാധനം ഒരു ഗ്യാങ്ങിന് ഒന്ന് സപ്ലൈ ചെയ്യുക, ഒരു കീമാന് സപ്ലൈ ചെയ്യുക. ഒരു ഗ്യാങ് വർക്ക് നടക്കുന്ന സമയത്ത് ആ ഒരാളുടെ കൈവശം ഇതുണ്ടെങ്കിൽ ഈ വിഷയം അത് അറിയാൻ കഴിയും. അതാ വണ്ടി വരുന്നു, നീ മാറാം, ഉടനെ മാറണം എന്ന് പറയുമ്പോൾ അവർ മാറും, അറിയാൻ കഴിയും. കീമാന് പെർമനൻ്റായിട്ട് ഇത് കൊടുക്കുക. കൂടുതൽ മരണപ്പെടുന്നത് കീമേന്മാരാണ് ട്രാക്കിന്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാങ്ങിൽ 2എങ്കിലും സപ്ലൈ ചെയ്യുന്ന രീതിയിൽ വന്നാൽ തിരുവനന്തപുരം ഡിവിഷനിൽ 120-120ഓളം ഗ്യാങ്ങുകളുള്ള ഒരു സെക്ഷനിൽ ഇത് ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ, ഇത് ഇത്രയേ എമൗണ്ട് വരുള്ളൂ. ആ കൺസെപ്റ്റിലേക്കും റെയിൽവേ അധികാരികൾ മാറപ്പെടുന്നില്ല, ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാവില്ല. ഈ കൊലയ്ക്കെല്ലാം, ഈ മരണത്തിനെല്ലാം ഉത്തരവാദികൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്കും അതിൽ കടമയുണ്ട്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ കടമ നിർവഹിക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിധവകളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം റെയിൽവേയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിന് സാമ്പത്തികമായുള്ള ആനുകൂല്യങ്ങൾ റെയിൽവേ നൽകുന്നുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ഒരു പരിഹാരമല്ല. ഇപ്പോൾ ചെറുപ്പക്കാരൻ മരിക്കപ്പെടുന്നത്, അവരുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് അതിപ്രധാനമാണത്. മക്കൾ അച്ഛനില്ലാതെ ആവുന്നു. സാമ്പത്തികമായിട്ട് റെയിൽവേ ആ പ്രശ്നങ്ങൾ ജോലി കൊടുത്തും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തും പരിഹരിക്കപ്പെടും. അത് റെയിൽവേയുടെ നിലവിലുള്ള നിയമത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ പരിഹാരം. മരണം നടക്കാതിരിക്കുക, ട്രാക്കിൽ ഒരു ജീവനക്കാരൻ്റെയും ജീവൻ പൊലിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കൂടെ അടക്കം വീഴ്ച, പാർലമെൻറ്റിൻ്റെ അടക്കം വീഴ്ചയെ ഞാൻ ചോദ്യം ചെയ്യപ്പെടുക. ഈ റെയിൽവേ ജീവനക്കാരോടൊപ്പം തന്നെ യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ അസോസിയേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിർദ്ദേശങ്ങളായി തന്നെ ഉപദേശക സമിതിയിലും മറ്റും വെച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായി അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഡോറിൻ്റെ കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വിധത്തിലും സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു പകുതിയിലധികം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ആവശ്യം അതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ യാത്രക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ തീവണ്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അതിഥി തൊഴിലാളികളുടെ പ്രശ്നം, അവർ വലിയൊരു സംഖ്യയാണ്. ഏതാണ്ട് ഇപ്പോൾ ഗവൺമെൻറ് കണക്കുകൾ തന്നെ പറയുന്നത് 30 ലക്ഷത്തിലധികം ആളുകൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് തീവണ്ടികളില്ല. നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു പ്രതിദിന തീവണ്ടി ഇവിടുന്ന് അടിയന്തരമായിട്ട് ഓടിക്കണം. അത് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്യുന്ന കന്യാകുമാരി, ദിബ്രുഗഡ്, വിവേക് എക്സ്പ്രസ് ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രതിദിനമാക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഇവിടുന്ന് ഹൗറയിലേക്ക് അന്ത്യോദയ എക്സ്പ്രസ് ഉണ്ട്. ഏതാണ്ട് ഈ സ്ലീപ്പറൊന്നും ഇല്ലാത്ത സിറ്റിംഗ്
ആയിട്ടുള്ള. അപ്പോൾ അതിൽ റിസർവ്ഡ് യാത്രക്കാർക്ക് സീറ്റ് കിട്ടും, അല്ല റിസർവേഷൻ ഇല്ലാത്തവർക്ക് ഓപ്പൺ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ കയറി പോകാം. ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെയുള്ള വണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി എല്ലാ ദിവസവും ഓരോന്ന് ഓടിക്കുക. ഇപ്പോൾ ഇത്ര വലിയൊരു ജനസംഖ്യ അവിടെ നിന്നുള്ള ഈ ഭാഗത്ത് വന്ന് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഒക്കെ ചുമതല തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ അന്ത്യോദയ പോലെയുള്ള തീവണ്ടി എല്ലാ ദിവസവും ആഴ്ചയിൽ ദിവസം ഒരു അന്ത്യോദയയും ഒരു വിവേക് എക്സ്പ്രസ്സോ അതുപോലുള്ള ഒരു റിസർവേഷനോട് കൂടി മറ്റൊരു തീവണ്ടി ഓടിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് പലരും ഈ നാട്ടിലേക്ക് പോകുന്ന വിമാനത്തിൽ പോലും പോയി വരുന്ന ജോലിക്കാരുണ്ടെന്നാണ്. അപ്പോൾ അവർ പണം കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള യാത്രാ സൗകര്യം നമുക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരെ നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ അവർക്ക് യാതൊരു നിവൃത്തിയില്ലാതെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ ഫൈൻ കൊടുത്തുകൊണ്ടൊക്കെ പോകാനുള്ള സാഹചര്യം വരുന്നത്. അപ്പോൾ അതൊരു റെയിൽവേക്ക് ഒരു മാർക്കറ്റുമാണ്. റെയിൽവേയുടെ ഒരു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നല്ലൊരു സ്രോതസ്സ് കൂടിയാണ്. അപ്പോൾ അത് നമ്മളത് പരമാവധി അതിനെ ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ അവർക്ക് വേണ്ടി നമ്മുടെ ഇവിടുന്ന് എം പിമാരോ അല്ല അവരുടെ ആ നാട്ടിലുള്ള എം പിമാരോ ഒന്നും തന്നെ ആരും ഇവരെ അങ്ങനെ ഒരു പരിഗണന നൽകുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം ഒരു ആവശ്യമായി കണ്ടുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരു പ്രതിദിനം ഒരു അന്ത്യോദയ എക്സ്പ്രസ്സും ഒരു സ്ലീപ്പറോട് അല്ലെങ്കിൽ മറ്റ് കുറച്ച് AC കമ്പാർട്ട്മെൻറ്റോട് കൂടിയ ഒരു പ്രതിദിനം ഏറ്റവും ചുരുങ്ങിയതൊന്ന് കഴിയുമെങ്കിൽ 2 വണ്ടികളെങ്കിലും ദിവസേന കേരളത്തിൽ നിന്ന് ഈ വടക്കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ഉള്ള സംവിധാനം. ഒരു പരിമിതി അദ്ദേഹം ശ്രീ ജോസഫ് ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഒരു 100% ഉപയോഗിക്കേണ്ടടുത്ത് 165% വരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും അല്ല. അത് ശരിയാണ്. എങ്കിലും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ച പോലെ ഇപ്പോൾ എറണാകുളം ഷൊർണൂർ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികളിലേക്ക് റെയിൽവേ കടന്നു കഴിഞ്ഞു. പിന്നെ നേരത്തെ നൈനൻ സാർ തന്നെ സൂചിപ്പിച്ച പോലെ 3-4 പാതകളുടെ അതിൻ്റെ ഈ വിശദ പദ്ധതി രേഖ തയ്യാറായി ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. അത് റെയിൽവേ ബോർഡിന് ഒന്നുകിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടനെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ അതുപോലെ ഇവിടെ 80 കിലോമീറ്ററിൻ്റെ ഒരു വേഗത പരിധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ പരമാവധി ഈ വളവുകളും കയറ്റിറക്കങ്ങളൊക്കെ കുറച്ചുകൊണ്ട് നിലവിലുള്ള പാതകളുടെ വേഗത വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പാതയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നാൽ തന്നെ ഇപ്പോൾ നിലവിൽ ഓടുന്ന ഈ 145% എന്ന് പറയുന്നത് കൂടുതൽ വണ്ടികൾ ഓടിക്കാൻ കഴിയും. നമുക്ക് വേഗത കൂട്ടാതെ വണ്ടികളുടെ എണ്ണം കൂട്ടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിശക്തമായിട്ട് പെട്ടെന്ന് എത്രയും വേഗം നടപ്പിലാക്കുകയും അത് മുഖാന്തരം കിട്ടുന്ന അവസരങ്ങളിൽ ആ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഒരു പ്രശ്നം അടിയന്തരമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വളരെയധികം യാത്രക്കാർ ഇപ്പോൾ ബസ്സുകളും ഒക്കെ കൂടുതൽ ഓടുന്ന റൂട്ടാണ് ബാംഗ്ലൂർക്ക്. അങ്ങനെ നമുക്ക് ഇപ്പോൾ റെയിൽവേയുടെ കയ്യിൽ കണക്കുകളുണ്ട്. ഇപ്പോൾ വെയിറ്റ് ലിസ്റ്റിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ മേഖലകളിലാണ് ഇവിടുന്ന് കൂടുതൽ യാത്രക്കാരുള്ളത്. അപ്പോൾ കൂടുതൽ യാത്രക്കാരുള്ള മേഖലകളിൽ യാത്രക്കാർക്ക് ആവശ്യമായ വിധത്തിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരുന്ന വിധത്തിൽ കൂടുതൽ തീവണ്ടികൾ ഓടിക്കാൻ ഇനിയിപ്പോൾ കിട്ടുന്ന സാഹചര്യം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിലത്തെ ഈ ഹ്രസ്വദൂര യാത്രക്കാരും ദീർഘദൂര യാത്രക്കാരും തമ്മിലുള്ള താല്പര്യങ്ങളുടെ സംഘർഷം. കേരളത്തിൽ നമുക്കറിയാം ഈ 2 വിഭാഗം ഒരേ വണ്ടികളാണ് പ്രധാനമായിട്ട്. ഇവിടെ ഹ്രസ്വദൂര വണ്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. എന്നാൽ ഈ പറഞ്ഞ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ വന്നതോടുകൂടി ധാരാളം ആളുകൾ കേരളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3-4 പാതകൾ വരുമ്പോൾ 2 പാതകൾ ഹ്രസ്വദൂര വണ്ടികളുടെ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും വേഗത കുറഞ്ഞ വണ്ടികൾ അതിൽ പോവുകയും വേഗത കൂടിയ വണ്ടികൾ ഈ പുതിയതായിട്ട് വരാൻ പോകുന്ന 160 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന പാതകളിലൂടെ ഓടിക്കുകയും ചെയ്യുക, ദീർഘദൂര വണ്ടികൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഇന്നുള്ള പാസഞ്ചർ അതുപോലത്തെ വണ്ടികൾ മാറ്റി ഈ ഹ്രസ്വദൂര വണ്ടികളെല്ലാം തന്നെ മെമു പോലത്തെ വണ്ടികളാക്കി മാറ്റണം. അപ്പോൾ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. വരുമാനക്കുറവ് ചൂണ്ടിക്കാണിച്ചിട്ടാണെന്ന് പറയുന്നപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഗുരുവായൂർ തൃശ്ശൂർ ഹ്രസ്വദൂര ട്രെയിൻ വരെ കോവിഡിൻ്റെ പേരിൽ നിർത്തലാക്കിയാണ്. പിന്നീട് അത് പുനഃസ്ഥാപിച്ചില്ല. ഇല്ല. അപ്പോൾ അത് പാസഞ്ചർ ട്രെയിനുകൾ മാറ്റി ഇപ്പം മെമു ആക്കാനുള്ള റെയിൽവേയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഗുരുവായൂർ തൃശ്ശൂർ റൂട്ടിൽ ഒരു മെമു അനുവദിച്ചുകൊണ്ട് അത് ഓരോ മണിക്കൂറിൽ അങ്ങോട്ട് ഓരോരോ സർവീസ് വീതം നടത്തുക എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെമു വരികയാണെങ്കിൽ റെയിൽവേക്ക് താരതമ്യേന ചിലവ് കുറവാണ്, കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. പിന്നെ നമുക്ക് പരമാവധി വേഗതയിൽ അത് പെട്ടെന്ന് നിർത്താനും പെട്ടെന്ന് വേഗത ആർജിക്കാനും കഴിയുന്നതുകൊണ്ട് പെട്ടെന്ന് വേഗത എടുത്തുകൊണ്ട് പോകാൻ കുറഞ്ഞ യാത്രാ സമയം കൊണ്ട് പോകാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിഷ്കരണങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തിന് അനുയോജ്യമായ വിധത്തിൽ ഇവിടുത്തെ യാത്രക്കാരെ തിരക്ക് ഏത് ബാധിക്കണം അതൊക്കെ പരിശോധിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതെല്ലാം നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ നമ്മൾ പരിശോധനയ്ക്ക് ഈ സൗമ്യ സംഭവത്തിന് ശേഷം പ്രത്യേകിച്ചും പല
നിർദ്ദേശങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിൽ വന്നിട്ടുണ്ട്, ഡ്രൈവറുമായിട്ട് ഒരു സ്വിച്ച് നമുക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലോക്കോ പൈലറ്റായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു അപകട സൈറൻ കൊടുക്കാവുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷാ ബട്ടൺ, ടോക്ക് ബാക്ക് സംവിധാനം, പിന്നെ വനിതാ ഇതിലേക്കൊക്കെ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലൊക്കെ വനിതാ കമ്പാർട്ട്മെൻറ്റിലോ മറ്റു വണ്ടികളിലൊക്കെ കൂടുതൽ ഈ ഗവൺമെൻറ് റെയിൽവേ പോലീസ് RPF ഇവരെയൊക്കെ ഒരു പരിശോധനകൾ, അവരുടെ ഒരു ശ്രദ്ധ ഇതിലേക്ക് പതിയുക, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ. പക്ഷേ നമ്മൾ ഈ അമിതമായ തിരക്കിനെയും കൂടി കാണണം. ഇത് പരിശോധിക്കാൻ പോലും ആ ഉദ്യോഗസ്ഥന് പ്രവേശിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ യാത്രക്കാരെ എണ്ണം അറിയുന്ന ആ ഒരു വശം കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സുരക്ഷാ പരിശോധനകളും അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ അമിതമായ ഇത് വരാതെ യാത്രക്കാർക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ തയ്യാറാകുന്ന യാത്രക്കാർക്ക് പരമാവധി അവരെ ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉയർന്നു വരികയും ചെയ്യേണ്ടതുണ്ട്. പല മാറ്റങ്ങളും വരുന്നുണ്ട്. അത് സമീപ ഭാവിയിൽ കൂടുതൽ പ്രത്യേക ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഇപ്പോൾ ഹൈ ഡെൻസിറ്റി കോറിഡോർ എന്ന് കൊണ്ട് ഇപ്പോൾ റെയിൽവേ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ അവിടെയൊക്കെ വേഗത വർദ്ധിപ്പിക്കാനും ഇതൊക്കെ കൂട്ടാനൊക്കെയുള്ള കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലേക്കുള്ള ഒരു റൂട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഗണന നമ്മുടെ ഈ പ്രദേശത്തിന്, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഈ ഒരു സവിശേഷ സാഹചര്യം വെച്ചുകൊണ്ട് ഇവിടെയും കൂടി നൽകുകയും കൂടി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. ജോസഫ് നൈനയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ അധികം യാത്രക്കാർ ഇപ്പോൾ നിലവിലുള്ള സംവിധാനം തന്നെ അതിനേക്കാൾ 200% വരെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പുതിയ ട്രാക്കുകളോ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എപ്പോൾ നടപ്പാക്കും എന്നതിനെക്കുറിച്ചൊരു നിശ്ചയവുമില്ല. അത് നമുക്കറിയാവുന്നതാണ്. നമ്മളുടെ ബഡ്ജറ്റ്, ഓരോ വർഷത്തെ റെയിൽവേ ബഡ്ജറ്റ് പാസ്സാകുമ്പോൾ നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ അനുവദിക്കപ്പെടുന്ന ഫണ്ടിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ബജറ്റിലാണെങ്കിൽ പോലും കൂടുതലും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ എന്ന് തോന്നുന്നു. അതെ, ശരിയല്ലേ? ഇപ്പോൾ തൃശ്ശൂരിലേക്ക് 400 കോടി, ഗുരുവായൂരിലേക്ക് അങ്ങനെയുള്ള കണക്കുകൾ വരുന്നുണ്ട്, ആ പണം വരുന്നുമുണ്ട്. അതെ, പക്ഷെ ഒപ്പം തന്നെ ഈ സംവിധാനം കൂടി നടപ്പാക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റെയിൽവേ സ്റ്റേഷൻ വികസനം ഇപ്പോൾ വളരെ ത്വരിതഗതിയിൽ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ട്രാക്കിൻ്റെയും എണ്ണം ഇത് ഫ്രീക്വൻസി കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വികസനം കൊണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ വികസനം ഒന്ന്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഷൊർണൂർ നിലമ്പൂർ സെക്ഷൻ ഇതുവരെ ഓടിക്കൊണ്ടുവന്ന ഡീസൽ എഞ്ചിൻ മാത്രമേ ഓടാൻ പറ്റുന്നു. ഇപ്പോൾ അത് ഈ അടുത്ത കാലത്ത് അത് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ട്രെയിൻ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ഒരു വണ്ടി ഇപ്പോൾ കോട്ടയം നിലമ്പൂർ പാസഞ്ചർ ട്രെയിൻ ഷൊർണൂർ പോയി പണ്ട് എഞ്ചിൻ മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി എഞ്ചിൻ മാറണ്ട, ആ സെയിം എഞ്ചിൻ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള ഈ ചെറിയ ഇപ്പോൾ ഗുരുവായൂർ തൃശ്ശൂർ പോർഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയണ്ട, ഗുരുവായൂർ തൃശ്ശൂർ പ്രാവശ്യം കൂടുതൽ മെമ്മോ ഓടിക്കുന്ന കാര്യത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഗുരുവായൂർ തൃശ്ശൂർ സെക്ഷനിൽ അത്രമാത്രം യാത്ര, ഒരു മെമ്മോ യാത്ര ചെയ്യാൻ ഇങ്ങനെ ഓടിക്കുമ്പോഴുള്ള യാത്രക്കാർ ആശ്രയിക്കുകയുള്ളൂ. അത് ലാഭകരമാണെങ്കിൽ അത് അടുത്ത സ്റ്റേഷനുമായിട്ട് അങ്ങ് നേരത്തെ റെയിൽവേ ഉദ്യോഗസ്ഥരായിരുന്നു, ലാഭം മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതൊരു സേവനം കൂടിയാണല്ലോ. അല്ല, സേവനമാണ്. പക്ഷേ അത് സേവനമാണെങ്കിലും വെറുതെ നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പം ഞാൻ പറയാം, ഒരു ട്രെയിൻ, ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു മെമു ട്രെയിനിൽ 15 പേര് യാത്ര, ഒരു ഗുരുവായൂരിൽ ഒരു സീസണിൽ അവിടെ ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ ട്രാഫിക് വരുന്നത്. അവിടെ അമ്പലത്തെ പൂജ കഴിയുന്ന സമയത്ത്, പൂജ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഗുരുവായൂരിനെ സംബന്ധിച്ചാൽ അത് മാത്രമല്ല. അതേസമയത്ത് ഇത് തിരുനാവായിട്ട് ബാക്കിയുള്ള ലൈനുമായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ റെയിൽവേ മുഴുവൻ ലാഭക്കണ്ണിലൂടെ മാത്രം കാണുകയാണ്. ഈ കോവിഡിന് മുമ്പ് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കും ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്കും വൈകിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ലാഭകരമല്ല, പക്ഷേ നിർത്താൻ സാധിക്കുന്നില്ല. കുറേ പേർ അതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ കോവിഡിന്റെ പേരിൽ നിർത്തിവെച്ചു, പിന്നീട് തീരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ റെയിൽവേക്ക് മാത്രമാണ് കോവിഡ് ഇതുവരെ മാറാത്തത്. ലോകത്ത് മുഴുവൻ കോവിഡ് മാറി. അല്ല, കോവിഡ് നമ്മളെ വലിയൊരു കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കോവിഡിന് ശേഷം കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങൾക്ക് കൊണ്ട് നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറൈസേഷൻ അങ്ങനെയുള്ള ആ സിസ്റ്റമൊക്കെ വളരെ വളരെ വ്യത്യാസമാണ്. നമ്മൾ ഇപ്പോഴും പഴയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പുതിയ ടെക്നോളജി, നമ്മൾ കണ്ട് ഇപ്പം കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റത്തെക്കാളും കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ പറ്റിയ സിസ്റ്റം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിലേക്ക് ഇത് ഓട്ടോമാറ്റിക് സിഗ്നൽ വളരെ എഫക്റ്റീവ് ആയിരുന്നു. അത് നമ്മളിവിടെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവിടെ 100 വണ്ടി ഓടിക്കാൻ സ്ഥലത്ത് 200 വണ്ടി നമുക്ക് ഓടിക്കാൻ സാധിക്കും. അത് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളൊരു പരാജയം തന്നെയാണ്. തീർച്ചയായും അത് പരാജയം തന്നെയാണ്. ഞാൻ പറയാം, അപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നഷ്ടപ്പെട്ടൊരു രീതിയിൽ ആ ബിസിനസ് കൊണ്ടില്ല. അതിനകത്ത് എനിക്ക് 2 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ, ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് സ്റ്റാഫിനെ കൂടുതൽ വയ്ക്കുന്നത്, സ്റ്റാഫിൻ്റെ ഭാഗത്തിൽ ശശിധരൻ പറഞ്ഞതുപോലെ തന്നെ അത് വളരെ ശരിയാണ്. റിക്രൂട്ട്മെൻറ്റും സ്റ്റാഫിനെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു പരാജയം തന്നെയാണ്. എനിക്ക് തീർച്ചയായും സ്റ്റേഷൻ മാസ്റ്റർ കാറ്റഗറി ഇതൊക്കെ വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ്. മാത്രമല്ല വെച്ചാൽ അവർക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ അടുത്ത 8 മണിക്കൂർ കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് ആൾ വരുമോ എന്ന് പോലുള്ള ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. റിക്രൂട്ട്മെൻറ്റ് കൃത്യമായ സമയത്ത് നടത്തണം, അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം, സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യണം. എഞ്ചിനീയറിംഗ് ഗ്യാങ് മാത്രമല്ല, അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ട്രെയിനിലെ ഡ്രൈവർ, സ്റ്റേഷൻ മാസ്റ്റർ, ഇതൊക്കെ ഡയറക്റ്റ് ട്രെയിനിൻ്റെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശൃംഖലയാണ്.
അവരിൽ കൂടുതൽ, അതുപോലെ TTSൻ്റെ കാര്യങ്ങളും ഒഴിവാക്കാൻ നമുക്ക് നിവൃത്തിയില്ല, അതും അനിവാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആക്സിഡൻറ്റ് വരുന്നതും. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ല, കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് പരമാവധി ഉപയോഗിക്കേണ്ട പല സംഭവങ്ങളുണ്ട്. നമ്മൾ പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒരു ട്രെയിൻ പുറപ്പെടുത്ത് തരുമ്പോൾ ഇദ്ദേഹം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഗാങ്മാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ കിട്ടണം, അല്ലെങ്കിൽ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടിക്കുന്ന സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് വളരെ നല്ലതാണ്. പക്ഷേ അതൊക്കെ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഒരു വിൽ പവർ വേണം. റെയിൽവേ നന്നാണ്, നേരെയാണെന്നൊരു വിൽ പവറുള്ള ഭരണാധികാരികളുണ്ടാകണം. അങ്ങനെയുള്ള, പ്രത്യേകിച്ചൊക്കെ നമ്മുടെ ഇലക്ഷനൊക്കെ വരുന്ന സമയമാണ്. എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നല്ല ഒരു രാഷ്ട്രത്തെപ്പറ്റി കാണാൻ കഴിവുള്ള ആൾക്കാർ, സാധാരണ ജനങ്ങളെയും മുകളിലുള്ളവർ ഒരേ തട്ടിൽ ഒരേ രീതിയിൽ കാണാൻ കഴിവുള്ള ആൾക്കാരൊക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാനതൊരു രാഷ്ട്രീയം പറയല്ലേ ഇതിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കണം. നമ്മുടെ നാട് വികസിക്കണം. ആ വികസനത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കണം. റെയിൽവേ സംബന്ധിച്ച് നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമാണ് റെയിൽവേ സിസ്റ്റം. ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി എംപ്ലോയീസ് യൂണിയന് വേണ്ടി വളരെയധികം ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ ആവശ്യപ്പെട്ടത്, നേരത്തെ റെയിൽവേയുടെ രേഖയിൽ എറണാകുളം ഷൊർണൂർ സെക്ഷൻ യൂട്ടിലൈസേഷൻ ലൈൻ കപ്പാസിറ്റി, മാഷക്ക് അറിയാതെ, റെയിൽവേയുടെ ലിഖിത നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉപയോഗക്ഷമത. അത് 107%. അതിനും കൂടുതലുണ്ട്. മാഷ് പറഞ്ഞ മാതിരി പെർസെൻറ്റേജിലേക്ക് വരും. പക്ഷേ റെയിൽവേയുടെ നിയമം അനുശാസിക്കുന്നതെന്നറിയാം, 60% കൂടുതൽ, നോട്ട് എക്സീഡ് 60 പറഞ്ഞത്, ശതമാനത്തിൽ കൂടുതൽ വന്നാൽ സിംഗിൾ ലൈനെ ഡബിൾ ലൈനാക്കി മാറ്റണം. ഡബിൾ ലൈന് അതേമാതിരി ഡബിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ അപര്യാപ്തത കൊണ്ടും യൂട്ടിലൈസേഷൻ ലൈൻ കപ്പാസിറ്റി കൂടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ന്യൂ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ന്യൂ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഇന്ത്യൻ റെയിൽവേ ബ്രിട്ടീഷ് ഇന്ത്യ റെയിൽവേ ഹാൻഡിങ് ഓവർ ചെയ്യുന്ന സമയത്ത് 50,000 റൂട്ട് കിലോമീറ്ററാണ്. ഇന്ന് 67,000 റൂട്ട് കിലോമീറ്ററാണ്. 17,000 റൂട്ട് കിലോമീറ്റർ മാത്രമാണ് 75 വർഷമായിട്ട് റെയിൽവേ പണം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി ട്രാക്കിൻ്റെ ന്യൂ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്നാൽ ചൈന, ജപ്പാൻ, ബ്രിട്ടൻ, മറ്റ് രാജ്യങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു അപാകതയാണത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ലൈൻ സെക്ഷനുണ്ട്. അമ്പലപ്പുഴ ടു എറണാകുളം, ട്രിവാൻഡ്രം ടു നാഗർകോവിൽ സെക്ഷനുണ്ട്. ഇത് വരുമ്പോൾ ഒരു 130 കിലോമീറ്റർ വരും. ഈ 130 കിലോമീറ്റർ ഏത് കാലത്താവാനാണ്? ഈ 130 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പീഡിൻ്റെ ഇത് കൂടും. ഇപ്പോൾ നമ്മുടെ എറണാകുളത്തിന് ഷൊർണൂരിൻ്റെ ഇടയിൽ ഒരു നെറ്റ്വർക്കും ഇല്ല. എറണാകുളം ഷൊർണൂരിൻ്റെ ഇടയിൽ ചാലക്കുടിയിൽ, ആലുവയിലൊക്കെ തന്നെ പ്രളയം ഉണ്ടായ സമയത്ത് 28 ദിവസം ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്താ കാരണം? ന്യൂ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ട് റെയിൽവേ തന്നെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ശബരിപാത, അതേപോലെ തന്നെ കളമശ്ശേരി വഴി, കൊടുങ്ങല്ലൂർ വഴി, പരവൂർ വഴി, അങ്ങനെ ഈ തൃശ്ശൂർ വഴി, തൃശ്ശൂരിൻ്റെ ഇപ്പുറത്തെ വാഗ ഗേറ്റ് വഴി നേരെ ഗുരുവായൂർ പോയി തിരൂർ താന്നൂർ പാത, അതൊരു നെറ്റ്വർക്കാണ്. ഇങ്ങനത്തെയുള്ള അത് പറഞ്ഞ് ഈ നമ്മുടെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് നേരെ മൈസൂരിലേക്ക് ഒരു നെറ്റ്വർക്ക് വരണം. ഈ നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ നെറ്റ്വർക്ക് വന്നെങ്കിൽ ഈ ഉപയോഗക്ഷമതയും കുറയും. അതുപോലെ തന്നെ ആ വിവിധ റൂട്ടുകൾക്ക് പോകാൻ കഴിയുന്ന സമയത്ത് ഇതിന് ഇമ്പ്രൂവ് ചെയ്യും. ആ ഒരു കൺസെപ്റ്റിലേക്ക് വരപ്പെടുന്നില്ല. ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ചല്ലോ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ 80 ആണ്. അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ജനശതാബ്ദിക്ക് 52 വരെ വരും. എറണാകുളത്ത് നിന്ന് 107 കിലോമീറ്റർ ഷൊർണൂരിലേക്ക് വരാൻ എടുക്കുന്ന സമയം 2 മണിക്കൂർ 10 മിനിറ്റും 15 മിനിറ്റ് സിംഗിൾ സ്റ്റോപ്പ്. ആലുവയിൽ സ്റ്റോപ്പില്ലാതെ തൃശ്ശൂർ സ്റ്റോപ്പുള്ള വണ്ടിക്ക് ആവറേജ് സ്പീഡ് അത്.
തൃശ്ശൂരിൽ നിന്ന് അല്ല എറണാകുളത്ത് നിന്ന് എടുത്ത് ഷൊർണൂരിൽ പോലും സ്റ്റോപ്പില്ലാതെ കാലിക്കറ്റ് സ്റ്റോപ്പില്ല എൻഡ് ടു എൻഡും ദുരന്തോ ട്രെയിന് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ട്രെയിനാണ്. അതിൻ്റെയും ആവറേജ് സ്പീഡ് പറഞ്ഞാൽ 55 വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ എറണാകുളം ഷൊർണൂരിൻ്റെ ഇടയിലുള്ള കർവ് എന്ന് പറഞ്ഞ ഒരുപാട് കർവുകളൊക്കെ ഉണ്ട്. അതൊന്നും മാറ്റി പിടിച്ച് എന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഈ നിലവിലുള്ള എറണാകുളം ഷൊർണൂരിന് റെയിൽവേ ട്രാക്കിന് സമാന്തരമായി ഒരു ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ 80 km കൂടുതൽ ഓടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നെങ്കിൽ ഇവിടെ 3 ഡിഗ്രി 4 ഡിഗ്രിയാണ് കർവ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കൂ. പുതിയത് വന്നിട്ടുള്ളതാണ് തൃശ്ശൂർ ഗുരുവായൂർ. 3 ഡിഗ്രിയാണ് കർവ് കിടക്കുന്നതിനാൽ അവിടുത്തെ സെക്ഷൻ സ്പീഡ് 80 ആയിട്ടാണ് നിർദ്ദേശിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ പരമാവധി 80 തന്നെ 80 തന്നെയാണ്. അപ്പോൾ 80 എന്ന് പറയുമ്പോൾ തന്നെ അത് ആവറേജ് സ്പീഡ് ഇത് വരും. ഇപ്പോൾ പുതിയ വണ്ടികൾ വരുന്നു 160 എന്ന് പറയുന്നു, 160 എത്തില്ല. ഇപ്പോൾ റെയിൽവേ പ്രാക്ടീസ് ചെയ്യുന്ന 110-ലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നൽ വന്നാൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ റെയിൽവേ മാഷക്ക് അത് കൃത്യം IBS വന്നിട്ടുണ്ട്. ദീർഘം കൂടിയ സെക്ഷനിൽ 1ഉം 2ഉം IBS വെച്ചുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേ. ഇതിന് മറ്റ് ബദൽ മാർഗം എന്താണ്? ബദൽ മാർഗം പറഞ്ഞ ന്യൂ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായി 3-ാം പാതയും 4-ാം പാതയും വരണം. തിരുവനന്തപുരം ഡിവിഷനിലെ സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ആക്കപ്പെടണം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1981-ലാണ് ഷൊർണൂർ എറണാകുളം സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ആയത്. എത്ര വർഷമായി? 44 വർഷമായി. ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ആവശ്യം ഡിമാൻഡ് വരുന്ന അങ്ങനെ 25% പാസഞ്ചേഴ്സിൻ്റെ വർധനവ് ഓരോ വർഷത്തിൽ വരുന്നുകൊണ്ടാണ് റെയിൽവേ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വണ്ടികളുടെ എണ്ണം കൂടുന്നു, പാസഞ്ചേഴ്സിൻ്റെ ഇതിൻ്റെ ആവശ്യക്കാരുടെ 25% ഇൻക്രീസ് ചെയ്യുന്നപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇതിന് പ്രശ്നത്തിന് പരിഹാരം കാണും. റൂട്ട് കിലോമീറ്റർ ന്യൂ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിലവിലെ നിയമത്തിന് വിധേയമായി കേരളത്തിന് അത് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പുതിയ പ്രശ്നം. എന്തായാലും മാറ്റങ്ങൾ വരണമെന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കാം. ശ്രീ ജോസഫ് നൈനാർ നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് റെയിലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. റെയിൽ വരുമ്പോൾ അതിൻ്റെ ആവറേജ് സ്പീഡ് 180 വരും. ഈ 160 അല്ല. 160 പറയുമ്പോൾ തന്നെ അതിൻ്റെ ആവറേജ് സ്പീഡ് വരുന്നത് ഒരു 100. ഈ റെയിൽവേയുടെ പ്രശ്നങ്ങൾ തന്നെ ഒന്ന് അവസാനിക്കട്ടെ. നേരത്തെ ജോസഫ് നൈനാർ പറയുകയുണ്ടായി ഇതിനെല്ലാം യാത്രക്കാർ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഒരു സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ സംസ്കാര സമ്പന്നനൊക്കെ എന്ന് പറയുമ്പോഴും മലയാളികൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ തന്നെയാണ് ഈ മോശമായ അവസ്ഥയുമുള്ളത്. ടോയ്ലറ്റുകളിലടക്കം അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നൊരു സ്ഥിതിവിശേഷം. അത് ശരിയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് നമ്മുടെ ട്രെയിനുകളിലും യാത്ര ചെയ്യുന്ന യാത്രക്കാർ. അപ്പോൾ പൊതുവേ കേരളത്തിലുള്ള ജനങ്ങളുടെ അത് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട്. എൻ്റെ വീടും പരിസരങ്ങളും വൃത്തിയായിട്ടിരിക്കുക, എൻ്റെ ചപ്പുചവറുകളൊക്കെ വാരി മതിലിന് പുറത്തേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് ഇടുക എന്നുള്ളൊരു സംസ്കാരമാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നം തന്നെയാണ് ആ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു വിമർശനത്തിന് ഞാനത് വളരെ ആ ഒരു രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതൊരു പൊതുസ്ഥലത്തിലോ തന്നെ കേരളത്തിലുള്ള ആളുകൾ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും അത് വളരെ ഇത്തരത്തിൽ അങ്ങനെ ഒരു പൗരബോധമില്ലാതെ അവരവിടെ മോശമാക്കുന്ന രീതിയിൽ ഇപ്പോൾ അതിന് പലപ്പോഴും പറയാം അതിന് എവിടെയാണ് ഇത് കൊണ്ടിടാനുള്ള സൗകര്യം. ഇപ്പോൾ റെയിൽവേയുടെ പ്രമിസസിൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ വേസ്റ്റ് ബിന്നുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തീവണ്ടികളിലൊക്കെ തന്നെ വേസ്റ്റ് ഇടുന്നതിനുള്ള ബിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ അവിടെ വരെ അല്ലെങ്കിൽ ആ 2 കമ്പാർട്ട്മെൻറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെസ്റ്റിബ്യൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അതിനുള്ള കൊട്ടകളോ അല്ലെങ്കിൽ അവർ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് തയ്യാറാവാതെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയും ഒന്നുകിൽ അതിൻ്റെ ആ ജനലിൻ്റെ പടിയിലോ അല്ലെങ്കിൽ ആ താഴത്തെ ആ കപ്പ അവിടെ ഇട്ടുകൊണ്ട് പിന്നെ അത് ഉടനെ വണ്ടിയുടെ അടുത്ത കുലുക്കത്തിൽ അത് തട്ടിമറിഞ്ഞു പോയി ബാക്കിയുള്ള ചായ അവിടെ പോകുന്നു, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ പരന്നു പോകുന്നു. അങ്ങനെയാണ് കൂടുതലായിട്ട് ഈ എലി ശല്യവും ഇതൊക്കെ വന്നിട്ട് നമ്മുടെ തന്നെ ലഗേജുകളും കാര്യങ്ങളൊക്കെ ഈ എലി കടിച്ചു, അതിനുള്ളിലുള്ള ബാഗ് നമ്മുടെ കേടായി അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം കീറിപ്പോയി എന്നൊക്കെ പറഞ്ഞ പരാതികൾ വരുന്നതിനൊക്കെ കാരണം. അപ്പോൾ ഇതൊക്കെ
ഓരോരുത്തരും സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും അതിൽ നമുക്ക് റെയിൽവേയുടെ അല്ല ജീവനക്കാരെയോ റെയിൽവേ സംവിധാനത്തിനെയോ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വണ്ടി യാത്ര പുറപ്പെട്ട അവസാനം എത്തുന്നവരെ ഒരുവിധം മര്യാദയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനും അതിന് പെസ്റ്റ് കൺട്രോളും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശല്യമില്ലാതെ അത് കൊണ്ടുപോകുന്നതിനൊക്കെ ഉള്ളൊരു താല്പര്യം അവർക്കും ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വൃത്തികേടാക്കും, നിങ്ങളുടെ ചുമതലയല്ലേ ഇത് വൃത്തിയാക്കേണ്ടതെന്നുള്ള രീതിയിൽ വൃത്തികേടാക്കലാണ് ഞങ്ങളുടെ ചുമതല എന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത് ശരിയല്ല. വളരെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ യാത്രക്കാരിൽ വലിയൊരു വിഭാഗം കുറേ അധികം യാത്രക്കാർ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് ആക്ഷേപിക്കാൻ കഴിയില്ല. എങ്കിലും അത് നമ്മൾ തന്നെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചു ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന അത്തരം വണ്ടികളിൽ യാത്രക്കാരുടെ തിരക്കും അവരുടെ പിന്നെ ഒരു പാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമൊക്കെ മൂലം അത്തരം വണ്ടികളിൽ വാഷ് ബേസിനും ടോയ്ലറ്റും അതുപോലെ പിന്നെ ഈ വെള്ളത്തിൻ്റെ കുപ്പിയുടെ പ്രശ്നം അതൊക്കെ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിന് തിരക്കിനെ കൺട്രോൾ ചെയ്യുകയും പിന്നെ നമ്മൾ തന്നെ മാതൃക കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത്തരത്തിൽ മാത്രമേ അതൊരു പൗരബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പൊതു സൗകര്യങ്ങളും പൊതു സ്ഥലങ്ങളൊക്കെ എല്ലാവരുടെയുമാണ്. അത് വൃത്തിയായിട്ട് സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണെന്നുള്ളൊരു കാര്യം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ തീവണ്ടിയിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തീ തിന്നുന്ന യാത്രയായി മാറാതിരിക്കട്ടെ. ഒപ്പം തന്നെ യാത്രക്കാർക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, പുതിയ ട്രാക്കുകൾ, പുതിയ നൂതന സംവിധാനങ്ങൾ ഒരുക്കാൻ റെയിൽവേക്കും സാധിക്കട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് അനുയോജ്യരായ 3 വ്യക്തികൾ തന്നെയാണ് കിട്ടിയത്. ശ്രീ കൃഷ്ണകുമാർ, ജോസഫ് നൈനാൻ, ശ്രീ ശശിധരൻ. 3 പേരും അവരുടെ കാഴ്ചപ്പാടുകളും നമ്മളോട് പങ്കുവച്ചു. ചതുരംഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.